ഞാനൊരു 10 വരെയും കൊല്ലും. എന്റെ ആയിരുന്നു. ഹലോ പുറകിലോട്ട് നോക്കണേ, ആരെങ്കിലും കൊണ്ടുപോണേ. ഹലോ ഞാൻ ഒന്നുകൂടെ പറയാം. 915 എന്നാണ് അവരുടെ ട്രക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സൈഡ് 903 വരെയും ഒരു സൈഡ് 970 വരെ. നിങ്ങൾക്ക് മാക്സിമം അവിടെ വരെ പോയി ഇൻഫോ എടുക്കാൻ പറ്റത്തുള്ളൂ. 915 എന്നാണ് അത് തുടങ്ങുന്നത്. അതറിയാൻ പറ്റണ ഈ കൺസെപ്റ്റ് നമ്മൾ അടിച്ച് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, ഗണ്ണ് ഭയങ്കര ഓവർഫ്ലോ ആണ്. കുറച്ച് ഗണ്ണെടുത്ത് നമുക്ക് കൊടുത്താൽ ആർക്കെങ്കിലും നമുക്ക് ഈ ബാക്കി ഫണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. എന്താണ് അഭിപ്രായം? തൽക്കാലം ഇനിയുണ്ടല്ലോ 5 പൈസ പമ്പിന്റെ പോലും പൈസ നിന്റെ അക്കൗണ്ടിലോട്ട് ഇടത്തില്ല. ഒരു സംശയമില്ല. ഇന്ന് തന്നെ മാറ്റി ഞാൻ അത്. ഞാൻ പറഞ്ഞേ ഗണ്ണ് കിട്ടിയ കുറെ കാശ് കിട്ടും. നമ്മളല്ലേ നമ്മള് വാറ് തോക്കത്തില്ലല്ലോ. നമ്മള് കൊറേ ഗണ്ണായി ലോക്കറിൽ വെക്കാൻ സ്ഥലത്തെന്ന് പറഞ്ഞു. ഞാനത് അതനുസരിച്ച് ഇതാക്കിക്കോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നെ ഇഷ്ടം. എന്നെ ഇഷ്ടത്തിന് ഞാൻ എതിരിക്കുക. എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന ഏതെങ്കിലും അണ്ണാമ്പണ്ണി നിന്നെയൊക്കെ എടുത്തോണ്ട് പോയിട്ട് അടിച്ചൊന്ന് ഒതുക്കണേന്നാണ്. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ. ജനിച്ചിട്ട് പോലില്ല അങ്ങനെ ഒരുത്തന്നെ ഇവിടെ സെറ്റില്. ഇത് മാറും താമസിയാതെ. ഹോസ്റ്റേജ് അല്ല, നമ്മൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പൊളപ്പ് കാണിച്ചിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു ഹോസ്റ്റേജ് ആയിട്ടില്ല. കൊതിയാവണം ഹോസ്റ്റേജ് ആവാൻ. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടോ അവിടെ? എന്തായാലും അറിയാം. ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും ഉറപ്പായിട്ട് ഉടനെ. എടാ ഒരു PD 903 വന്ന കേട്ടോ. ഒരു PD വണ്ടി. ആ 2 PD വണ്ടി. ഉറപ്പാ അമ്മ ആലോചിച്ച് നോക്ക്. കുത്താവോ ഇവിടെ കുത്താവോ? ഹലോ ബ്രോ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ കുത്താം. അണ്ണ കുത്തി ഒരു 4 പിക്ക് വീഴുവേ. ട്രക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോയോ? നിങ്ങൾ ട്രക്കിലൂടെ ഇന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോണ നമ്മള്. വാസണ്ണ ഒന്ന് അഡ്വാൻസ് ഫ്രണ്ടിൽ കുത്താവോ? വാസണ്ണ അഡ്വാൻസ് ഫ്രണ്ടിൽ കുത്താവോ? നമുക്ക് അടിക്കാം. ഓക്കെ അണ്ണ ഇവിടെ കുത്തിക്കോ. ഇതാണിത്. ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാണ്ടല്ലോ. ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കളി. എന്തൊരു പിരവിടാ. ഇല്ലണ്ട, ഒരു വണ്ടി കയറില്ല. നമുക്കിത് അപ്പുറത്ത് പോകും. ആണത് ഇവിടെ കയറ്റി കുത്തി കഴിഞ്ഞാ നമ്മുടെ കളിയാ. എന്താ ഈ കാണിക്കുന്നു? പറയണ്ടി കേറണ്ടേ? അവിടെ കളി കഴിഞ്ഞു. മാമ രാവഴി പോവാ. നമ്മള് ഊമ്പി ഓടി ഇപ്പോരാ. സാറേ അതാരാ അവിടെ നിന്നത്? പോലീസ് വണ്ടി എടുക്കണേ. പിന്നെ പോലീസിന്റെ വഴി തീർന്നു. നമ്മള് ഇവന്മാർ എത്ര പറ്റിയിട്ട് ഇവന്മാര് മൈൻഡ് ആക്കാണ്ട് പോവാ.
അവസാനം എനിക്ക് നമ്മുടെ കൂളന്മാരെ ഒരു വണ്ടിയൊക്കെ വെച്ച് നമ്മളെ ബേബിക്കുക. കേറ്. ആ ആ പീടി down ആയോ? Down ആയോ? ഇതൊക്കെ തോന്നിയ സ്ഥലമാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പീൽ എടുത്ത് കാണിക്കേണ്ടത്. രണ്ടുപേര് ഇരിക്കണ ട്രക്ക് നോക്ക്. എന്നാ എവനെ ഇടിച്ചാൽ കയറ്റി കഴിഞ്ഞാൽ ബാക്കി ഇച്ച കയറ്റി. ഓക്കെ 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 അവസാനം ഇവിടെ ഇറങ്ങി നമ്മളിറങ്ങി കളി കഴിഞ്ഞ് പീടി വണ്ടിനൊക്കെ വിടാളിയാ മൈരി. ട്രക്ക് നോക്കി. Down. Down. വണ്ടി മാറി. ആ അല്ല ഫ്രണ്ടില്ല. നീ നോക്കല്ലേ? ഇനി വേറെ നോക്കല്ലേ? ഞാൻ ട്രക്കിന് പോളാണ്. ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് വരത്തുള്ളൂ. ഇതൊക്കെ ഐഡിയ ഇല്ല എന്റെ അണ്ണ. ഇവിടെ കുത്താ ഇവിടെ അണ്ണ ഇവിടെ കുത്താ. പയ്യന്മാരെ പണ്ണി തരാ ഞാൻ പണ്ണി തരാം. ഇവിടെ കുത്തിയ അണ്ണ ഇവിടെ കുത്തിയ അവന്മാരെ ഇല്ല ഇവിടെ കുത്തിയ ഞാൻ പണ്ണന്മാരെ അണ്ണ കുത്തിയ ഞാൻ ഏറ്റ്. അല്ല നമ്മ മരിക്കപ്പെടും കേട്ടോ. അണ്ണ കുത്തി അണ്ണ വണ്ടി വെള്ളത്തിൽ പോയി. നിങ്ങൾക്ക് മാർക്കിൽ വാ. ഇവിടുന്ന് വണ്ടി പോണ്. ഡബ്ല്യു അടിച്ചു വിട്ടോ. ബാക്കി ഇച്ചായ അണ്ണാ മൂട്ടി കൊണ്ട് കുത്തിക്കോ. ഒന്നും നോക്കട്ടെ. അടി അണ്ണാ കറക്റ്റ് ടൈമിംഗ് ആണേ. അവസാനം കുത്തിയ മാത്രം മതി. നല്ലൊരു വണ്ടിയാ. കുത്തിയ മാത്രം നമ്മൾ ട്രക്ക് മതി. അണ്ണ ഈ കാലിനെ കൊണ്ട് കയറ്റി എന്തിനാണ്? അണ്ണാ ഞാനൊരു 10 വരെയും കൊല്ലും. ഓക്കെ ആവേശകുമാർ മരിച്ചു. അങ്ങോട്ട് പോലെ ട്രക്ക് അവിടെ തന്നെ. ട്രക്ക് ഓടൂല അധികം. ട്രക്ക് ഹോൾഡ് ചെയ്താൽ മതി. തീ വേണം സ്റ്റീവനെ തുടിക്ക പ്ലാക്കി. ആര്? പോലീസ്. ഹൈവേലെടുത്തിട്ടോ. ഓഫ് റോഡ് ഹൈവേലെടുത്തിട്ടോ വണ്ടി. ആ വണ്ടി എന്റെ ആയിരുന്നു. നാളെയാ വിക്രോടാ
വണ്ടി ഞങ്ങളെ കൊണ്ടുപോകണേ ആരെ കൊണ്ടുപോകണേ ഹലോ പുറകിലോട്ട് നോക്കണേ ആരെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകണേ ഹലോ ട്രക്കിന്റെ ഈ പീടി വണ്ടി എടാ എന്നെ ഒന്ന് പിക്കാക്കാവോ ഹലോ ഭൂമിയുടെ അടി പോയതാണ് ഒന്ന് പിക്കാക്കാവോ എന്നെ ആരെന്ന് പിക്കാക്കോ ഹലോ പോട്ടെ മറ്റേ വീഡിയോ എടാ നമ്മള് ട്രക്കിനെ പിടിച്ചോളാം നിങ്ങൾ വണ്ടി എടുത്തോ എടാ നീ വണ്ടി കിട്ടി ഇവിടെ ഞാനിങ്ങനെ പോയവരെ ഡിസ്കണക്ട് ആയവരെയൊക്കെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്കിന് കൺസൈൻമെന്റ് തീരും. എനിക്കാണ് വെടി വെക്കാനും പറ്റിയില്ല. കുറച്ചു നേരം ഞാൻ കൂടുതൽ ജംഗ്ഷനിൽ പെട്ടുപോയി. കൂടുതൽ ജംഗ്ഷനിൽ പെട്ടുപോയി, പ്ലാന്റേഷനകത്ത് പെട്ടുപോയി. അവിടെ മൊത്തത്തിലുള്ള പരിപാടികളായിരുന്നു. അതായത് കണ്ട ഇനി വണ്ടി ഇതിനകത്തൊന്ന് വെളിയിറക്കാൻ പറ്റൂല ഈ മാപ്പിൽ കണ്ട. അണ്ണാ ഇത് വണ്ടിയുടെ അല്ല അണ്ണ, ഇതൊരു ലൂപ്പാണ്, നല്ലൊരു മാപ്പാണ് അണ്ണാ. ഒന്നും മനസ്സിലാകുന്നില്ല, എവിടെയാണെന്ന് പോലും മനസ്സിലാകാത്തൊരു സ്ഥലം. നമ്മളെവിടാന്ന് പറയാൻ ഡൗട്ട് അടിച്ചിരിക്കും. ആകെ ഒരു ഫൈറ്റ് ആണ് ഞാൻ എടുത്തത്, ഒരു ഫൈറ്റ്. അടുത്ത ജില്ലയിലെത്തി കേട്ടോ. ഓ ഭാഗ്യം, മാർക്കെങ്കിലും കണ്ടു കേട്ടോ. അതേ ഞാനിപ്പോ ഫുഡിലാണ് ചത്തത്. എങ്ങോട്ട് പോയി അതെങ്കിലും അടിക്കണേ വാ. അതിലൊരു കളിക്കണേ നമുക്ക്. അതും കൊണ്ടുപോയേട്ടാ. ആർക്കപ്പ അടി കൊള്ളുന്നത് ഇവിടെ ആരും പീടി കഴിഞ്ഞോ? എനിക്ക് തന്നില്ലല്ലോ. അതെങ്ങനെ പീടി കഴിഞ്ഞേ? ഞാൻ ആ ഡെഡ് ബോഡിയിൽ അടിച്ചോണ്ടിരുന്നത്. ഇവിടെ ഒരു ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. കണ്ണാപ്പൊരു 1v3 അടിച്ചത് കേട്ടാ. ആരെ പീടീനെ എവിടുന്ന് അടിച്ച്? നമ്മള് ഹൈവേയിൽ പീടി കുറെ പേർക്ക് പിണക്കമാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു. അവര് അതുകൊണ്ട് ഇന്ന് പീടിയൊന്നും അല്ല കളിച്ച്, ഏതോ പാവങ്ങളെ രണ്ടുപേരെ ഇതിനകത്ത്. ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഇതിലും നന്നായിട്ട് കളിക്കും. ഇത് എത്ര നേരമായിട്ട് ഇതായത്? ഇത് എവിടൊക്കെയായിരുന്നു ഇവിടെ ആൾക്കാർ? ഞാൻ നോക്കിയപ്പോ ഇവിടെ ട്രക്ക് എവിടെ നിൽക്കുന്നത്? 3 പേര് പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് ഞങ്ങളിവിടെ കൂടുതൽ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഞാൻ സ്റ്റീവും ഇവനോട് അരമണിക്കൂർ അവരുടെ പുറകിലായിരുന്നു. ഹലോ അതെ, ഈ വണ്ടി എത്ര നേരമായെന്ന് അറിയണ്ടോ? ഓഫ് റോഡ് എന്ന് പറഞ്ഞു ഞാൻ പിക്കിന്റെ വേണ്ടി ചോദിച്ചില്ലല്ലോ, എനിക്ക് കൺസൈൻമെന്റ് ആയിരുന്നു. നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞ ബിയോ കാണണ എനിക്ക് കാണാൻ താല്പര്യമില്ല. വീലാകും എനിക്ക്. എടാ പീഡി ഓൾ ഡൗൺ ഒന്നും എന്തോ പറയണോ, എന്തോ ഒരു പറയുമെന്ന് പറഞ്ഞായിരുന്നു അവര്. അതിട്ടോ എന്ത് ട്രക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഒന്ന് മാർക്ക് ചെയ്തേ. 807. ഓക്കെ, ഇനി അവിടെ എത്തണമെങ്കിൽ നമ്മളൊരു 2 മല താണ്ടി പോണം. കളയോണ. എടാ നീ ഈ സിറ്റിയിൽ ആകെ നന്നായിട്ട് സംസാരിക്കുന്ന എന്നോടാ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, നിന്നെ എടുത്ത് കളയാന്നുള്ള പേടി കൊണ്ടാ. അല്ലെങ്കിൽ നീ എന്ത് വർത്താനമാണോ അത്? അണ്ണന്റെ ഫേവറേറ്റ് അണ്ണന്റെ ഫേവറേറ്റ് ആണല്ലേ അണ്ണാ. അപ്പൊ ഞാനും അണ്ണാ നീ ഫേവറേറ്റ് ലാസ്റ്റ് അണ്ണാ. അങ്ങനെ പിറ്റീത് ഉന്തി കൊടുക്കണം. കൊടുക്ക്. സ്പീഡിൽ പോട്ടെ, സ്പീഡിൽ പോട്ടെ. അങ്ങനെ അങ്ങനെ ഇടി അങ്ങനല്ല സൈഡിൽ ചെയ്യല്ലേണ്ണ, കറക്റ്റ് നടക്കുന്ന അതിന്റെ കൂടെ ഓടിച്ചു അച്ഛൻ വരുന്നുണ്ട് പറയാ. ഇല്ലല്ല, അത് ഡാമേജ് ആവത്തില്ല. ഇടിച്ചോ ബാക്കിൽ നിന്ന് അടിച്ചാൽ ഡാമേജ് ആവത്തില്ല.
ഒരു വണ്ടിയുടെ കൊളീഷൻ നമ്മുടെ സൈഡിൽ നിന്ന് നിന്റെ ചന്തിക്ക് കത്തിക്ക് കുത്തിയ നോവില്ലേ നിനക്ക്? ഇല്ല 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 എങ്ങോട്ടാ ഇത് നമ്മള് ഗ്യാങ്സ് ഓടിച്ചോണ്ട് കൊണ്ടുപോകണം. അത്രയും ദൂരം ഈ വണ്ടിയും കൊണ്ട് ഓടിച്ചെന്ന് ഞാൻ സമയത്തില്ലേ? ഗ്യാങ്സ് അല്ല, അവരെന്തോ ഒരു ഇത് ഇടും, അത് ഇടുന്ന വരെ പീഡിയോ ഫെയിൽ ടു ക്യാപ്ചർ എന്തോ അതുവരെ നമ്മൾ ഇതാക്കണം. നമുക്കിത് ഗ്യാങ്സ് ഓടിച്ചോണ്ട് പോയാലാണ് നമുക്ക് പുതിയ മാസൊക്കെ ഇറക്കിയല്ലേ. അത് നീ ഒരു കാര്യം ചെയ്യണം. അത് ദേവദത്ത് ലോകം എന്ന് പറഞ്ഞിട്ട് ഒരു സെർവർ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് പീഡിയത്തെ ആൾക്കാരെയും ബാക്കിയുള്ളവരെല്ലാം വിളിച്ചിട്ട് നീ ഏതെങ്കിലും ഒരു ഗ്യാങ് തുടങ്ങിയിട്ട് അവിടെ അതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഗ്യാങ്സ് ഓടിച്ചോണ്ട് പോകാൻ തോന്നുന്നു. ഈ കഴ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ എല്ലാരും. എന്നാ അത് ചില സമയത്ത് ചെറിയ ബഗ്ഗുണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ചെറിയ ബഗ്ഗൊക്കെ വരാറുണ്ട്. നിന്നെ പോലൊരു കള്ളനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ, സീരിയസ് ആയിട്ട്. കള്ളൻ എന്ന് വിളിക്കണ്ട. പിന്നെ നിന്നെ എന്തിനു വിളിക്കണം? സത്യവാനോ? അണ്ണാ ഞാൻ ചെറിയ കല്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കള്ളം പറയാറുണ്ടോ? സത്യവാൻ. അച്ഛൻ എനിക്ക് ആദ്യം പണ്ടിടായിരുന്ന പേരതായിരുന്നു, സത്യവാൻ. സത്യശീലൻ എന്നായിരുന്നു. അങ്ങനെ കാണാൻ പേരിട്ടായിരുന്നു. നിന്നെ എന്നെ കൊന്നു കളഞ്ഞ ആൾക്കാര്. സത്യശീലൻ എന്നൊക്കെ നമ്മുടെയൊക്കെ പേര് കുറച്ചുകൂടെ ഓൾഡ് ആയിരുന്നു എന്ന് ആലോചിച്ചണ്ണ. അണ്ണന്റെ പേര് സോമൻ, എന്റെ പേര് സത്യശീലൻ. ഒന്ന് ആലോചിച്ചേട്ടാ, എല്ലാ അണ്ണൻ വെളിയിറങ്ങാം. സോമ കിടത്തുവാ, ഒന്ന് ആലോചിച്ചേട്ടാ അവസ്ഥയൊക്കെ. എന്ത് ലക്കിയല്ലേ നമ്മളൊക്കെ. എടാ, എന്റെ പേരെന്റെ അമ്മയ്ക്ക് എവിടുന്ന കിട്ടിയെന്ന് അറിയാവോ? എവിടെ തന്നെ? എന്റെ അമ്മ ഒരു സീരിയൽ അഡിക്റ്റ് ആയിരുന്നു. ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ് പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിന്റെ ഡയറക്ടറിന്റെ പേര് അതില്. അതെ, എന്റേത് ഒരു ദൈവത്തിന്റെ പേരായിരുന്നു, ദേവദത്ത്. ആഹാ, ഹനുമാനെ കേട്ടില്ല. അല്ലല്ല, അയ്യോ, ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞോണ്ട് അയ്യോ, ഇത് ഹനുമാനെന്ന് വിളിച്ചൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം സെറ്റായിട്ട്. TVA 225. അപ്പം നിങ്ങൾക്കുള്ള അസറ്റ് ഈ രണ്ട് വെഹിക്കിൾസിനകത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് വെഹിക്കിൾസ് കൊണ്ട് അല്ലെ നിങ്ങളുടെ വെഹിക്കിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഈ ട്രക്ക് കൊണ്ടുവന്നെങ്കിൽ ഇത് ജസ്റ്റ് വെള്ളത്തിൽ കളഞ്ഞാൽ മതി. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ അസറ്റ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. 5 ഗണ്ണും 5 ബേസും കുറച്ചിട്ടുണ്ട്. പറഞ്ഞുതരും. പൈസ ഒന്നുമില്ല, അത് ഇവിടെ വന്നിട്ട് മേടിക്കാൻ. ആ ഒരു ടൈമിൽ 66 ഇയർ പ്ലാൻ. 10 lakh, crore, 10 crore. കിട്ടിയായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസി ആണോ അല്ലെങ്കിൽ ഹൗസിലോട്ട് ഒന്ന് വരുന്ന ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് വന്നാൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ നിങ്ങൾക്ക്? പേഴ്സണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ട്രക്കായിട്ട് ലീവ് ചെയ്താൽ. എടാ, ഒരു ട്രക്ക് എടുത്തോടാ. ഞാൻ എടുത്തിട്ടുണ്ട്.